ഇന്ന് നമുക്ക് ആരോഗ്യകരമായി വളരെ എളുപ്പത്തിൽ അവലുണ്ട എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ഈ പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് അവൽ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഇപ്പോൾ അവൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ പംകിൻ സീഡ് ഇട്ട് കൊടുക്കാം. പംകിൻ സീഡ് മത്തങ്ങയുടെ കുരുവാണ്. നമ്മൾ കറക്കിയൊക്കെ വാങ്ങിക്കുന്ന മത്തങ്ങയിൽ ഉണ്ടാകുന്ന കുരു കഴുകിയിട്ട് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചാൽ മതി. ഇതിലൊരുപാട് പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മിനിറ്റ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതും ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മത്തങ്ങയുടെ കുരുവും കറുത്ത എള്ളൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആരോഗ്യകരമായ രീതിയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ചേർക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ 100 ഗ്രാം ശർക്കരയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ആ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കശുവണ്ടി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച പൊടിച്ചു വെച്ച അവൽ നമുക്ക് ഈ നെയ്യിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നന്നായി യോജിച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഫ്രഷ് തേങ്ങ ചേർത്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്കായി, ഒരു ചെറിയ കഷ്ണം ചുക്ക് പൊടിച്ചത് നമുക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എല്ലാം നന്നായിട്ട് യോജിച്ച് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചെറുതായിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അവലുണ്ട റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.